കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ ഗിവ് us more names എന്ന് മാത്രമാണ് കഴിഞ്ഞ 2015 മുതൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന 2-3 ജില്ല മാത്രമല്ല, ഒരു 5 ജില്ലകളുടെ പേര് തരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2016 മുതൽ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് ഇനിയെങ്കിലും ഈ എന്താണ് ബുദ്ധിയില്ലായ്മയല്ല, മൂളയില്ലായ്മമാരാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു നിലപാടാണ്. 2016 രാജ്യസഭാ അംഗമാകുന്നതിന് മുമ്പ് 2015 കൂടുതൽ എയിംസുകൾ, എല്ലാ സംസ്ഥാനത്തിനും ഓരോ എയിംസ് എന്ന് പറയുന്ന പദ്ധതി വരികയാണെങ്കിൽ 2015 ശ്രീ മോദിജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ഇത്രയും അടിതെറ്റി കിടക്കുന്ന, എല്ലാ അർത്ഥത്തിലും ചവിട്ടിത്തേക്കപ്പെട്ട് രാഷ്ട്രീയപരമായി വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം, അവിടുത്തെ പ്രജകൾ അവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് പറഞ്ഞ് ആലപ്പുഴയുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചയെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ JP നഡ്ഡയ്ക്കും അന്ന് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആസ്ക് യുവർ ചീഫ് മിനിസ്റ്റർ ടു ഗിവ് us more names. ഇപ്പോഴും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും 2 ജില്ലയെ ഫോക്കസ് ചെയ്താണ് അവർ നീങ്ങുന്നത്. പക്ഷേ ചില അവിശുദ്ധ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു പ്രദേശം എന്ന് പറയുന്നത് അവരുടെ നിശ്ചയമാണ്. അത് പല്ലും നഖവും ഉപയോഗിച്ച് അതിനകത്ത് ഒരുപാട് അവിഹിതമുള്ളത് കൊണ്ട് കൂടി എതിർത്തിരിക്കും. അത് വരേണ്ട യോഗ്യമായ സ്ഥലത്ത് എവിടെ വന്നാലും സന്തോഷമാണ്. പക്ഷേ നിലപാട് എന്ന് പറയുന്നത് ശക്തമായിരുന്നു ആലപ്പുഴയെന്ന്. അത് അസാധ്യമാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആയാലും JP നഡ്ഡയായാലും മോദി സർക്കാരായാലും കടപ്പാട് വേണ്ടത് തൃശ്ശൂർക്കാരോടാണ്. അസാധ്യമായ ചരിത്രം രചിച്ച മണ്ണാണ് തൃശ്ശൂർ. അവിടുത്തെ ജനങ്ങളാണ് അത് രചിച്ചത്. അവർക്കുള്ള പ്രത്യുപകാരമായിരിക്കണം, ട്രിബ്യൂട്ടായിരിക്കണം ഈ സ്ഥാപനം തൃശ്ശൂർ വരിക എന്നുള്ളത്. നിങ്ങൾ എറണാകുളം ജില്ലക്കാരാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ട. നിങ്ങൾ കേരളക്കാരാണ്, മലയാളികളാണെങ്കിൽ ശക്തമായി കൈയടിക്കേണ്ട. ഞാൻ തൃശ്ശൂരിന്റെ MP നിങ്ങൾക്ക് സംസാരിച്ചിട്ടില്ല. തൃശ്ശൂരിന്റെ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. വികസനം എന്താണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത്? സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് और सबका विकास ആണോ? അപ്പൊ ആലപ്പുഴക്കാരും തൃശ്ശൂർക്കാരും ഒന്നും സബ്കായിൽ പെടില്ലേ? ആലപ്പുഴ എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിൽ ഇത് വരും. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരാ ഭയത്തിൽ മുങ്ങി അങ്ങ് മരിക്കട്ടെ. പുച്ഛം കാണുന്നു. എയിംസ് കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ പൂണ്ട് പുച്ഛം അവതരിപ്പിക്കും. അത് അവരുടെ DNA ആണ്. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. POS മെഷീനെ കുറിച്ചും ഇന്ത്യയില് സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ, വക്കീൽ കൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ്, വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കേട്ടിട്ടില്ലേ? പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വിൽക്കുന്നവർ ഉടനെ തന്നെ POS എടുത്തു വെച്ച് ഉണ്ടാക്കി കളയും. അവിടെ
അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ? അവരടുത്ത് POS മെഷീൻ ഉണ്ടോ? അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ? ഇന്ന് രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി എന്ന് പറഞ്ഞിടത്ത് എത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം, ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല. നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കിയെടുക്കേണ്ടതെന്ന് മാത്രം ബോധിപ്പിക്കുകയാണ്.